പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുവനെ തൊടുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് പങ്കുവയ്ക്കൽ മനോഭാവമുണ്ടാകും. തന്നിലുള്ള നന്മയെ, തന്നിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ അവൻ ശ്രമിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സമരിയാക്കാരി സ്ത്രീ യേശുവിനെ അറിഞ്ഞ മാത്രയിൽ അവൾ പട്ടണത്തിലേക്ക് ഓടുകയാണ്. അവൾ ജനങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ നിങ്ങൾ വന്ന് കാണുവിൻ. താൻ ചെയ്ത നന്മയല്ല, തന്റെ കുറവുകളെ, തന്റേതായ പാപത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവൾ എന്താണ് നല്ലതെന്ന് മനസ്സിലാക്കി ജനമധ്യത്തിലേക്ക് ഓടുകയാണ്. ഞാൻ അറിഞ്ഞ ദൈവത്തെ, ഞാൻ കണ്ട ദൈവത്തെ നിങ്ങൾ വന്ന് കാണുവിൻ. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. സ്നേഹമുള്ളവരെ, നാം അനുഭവിച്ച ദൈവത്തെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവിധം നാം മാറണം. എങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോട് ചേർന്ന് നിൽക്കും. സമരിയാക്കാർ അവന്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, സമരിയ എന്നത് അർത്ഥ യഹൂദന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. അതായത് വിജാതീയരും യഹൂദന്മാരും ഇടകലർന്ന് ആളുകൾ താമസിക്കുന്ന ഒരു പുറംതള്ളപ്പെട്ട സ്ഥലം. ഈ പുറംതള്ളപ്പെട്ട സ്ഥലത്താണ് കർത്താവായ യേശു ക്രിസ്തുവിന് 2 ദിവസം താമസിക്കുവാൻ തക്കവിധം സമരിയാക്കാരുടെ മനസ്സിനെ മാറ്റുവാൻ സമരിയാക്കാരി സ്ത്രീയിലുണ്ടായ മാറ്റത്തിന് സാധിച്ചത്. ഇന്ന് നമ്മുടെ ജീവിതം വഴി ആരെങ്കിലും മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുവാൻ നമ്മൾ കാരണമാകുന്നുവെങ്കിൽ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ തന്നെയും ഒരു മാറ്റം ഉണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യഹോവ ഈരേ, എല്ലാം നൽകുന്നവൻ, എല്ലാം നൽകുന്ന ദൈവം ഒരുവനേയുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. കർത്താവായ ദൈവം തന്റെ മക്കളുടെ ആവശ്യങ്ങളിൽ അവരെ കരുതുന്ന ഒരു ദൈവമാണ്. അതിനാൽ ഇനിയും നിന്റെ ജീവിതത്തിൽ ആകുലത വേണ്ട. എല്ലാം നൽകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി ആകുലമോ ഇനിയും? യഹോവായിരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ. ഇന്നും നിന്റെ ഹൃദയത്തിൽ സമാധാനം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഭവനത്തിൽ നിനക്ക് സർവ്വ നന്മകളും നൽകുന്നവൻ ഒരുവൻ മാത്രം, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സമാധാനം യഹോവായിരേ, എൻ ഭവനേ സർവനന്മകളും യഹോവായിരേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ
സൂക്ഷിക്കും ഞാൻ. യഹോവായിരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ. ഹല്ലേലൂയ. നമുക്ക് പറയാം, കർത്താവ് ഇനി മുതൽ ഞാൻ അങ്ങയുടെ മകനായി ജീവിക്കും, ഞാൻ അങ്ങയുടെ വഴിയെ നടക്കും. യഹോവ ഈരെ ആയവൻ, കർത്താവേ അങ്ങയുടെ വചനം ഞാൻ പ്രഘോഷിക്കും. എനിക്കുള്ള ആഹാരം ആമേൻ. യഹോവായിരേ, ഹല്ലേലൂയ. പാർപ്പിടവും വസ്ത്രവും യഹോവായിരേ. Hallelujah, 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 hallelujah. എനിക്കുള്ള ആഹാരം യഹോവായിരേ, പാർപ്പിടവും വസ്ത്രവും യഹോവായിരേ. തൻ രൂപം എൻ വാഴ്വിലും തൻ സ്തുതികൾ എൻ നാവിലും നിരന്തരമായി സൂക്ഷിക്കും ഞാൻ. യഹോവായിരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ. തൻ മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി ആകുലമോ ഇനിയും. യഹോവായിരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ. ഇന്നേ ദിവസം കർത്താവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.